ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഓണത്തിന് ശേഷം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ കർണാടക ബോർഡർ വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കമംഗ്ലൂർക്കാണ് പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ പോകുന്ന ചിക്കമംഗ്ലൂർക്ക് എത്തേണ്ട സ്ഥലത്ത് മുമ്പായിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് പിന്നിൽ വരുന്നത് എൻ്റെ കൂട്ടുകാരിലെ അടുത്ത വണ്ടിയാണ്. അതിൽ 3 പേരുണ്ട്, ഞങ്ങളുടെ വണ്ടിയിൽ ഒരു 4 പേരുണ്ട്. ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോകണം, പാട്ടൊക്കെ കേട്ട്. ചില സ്ഥലത്ത് റേഞ്ച് ഉണ്ടാവില്ല, അപ്പോൾ മിണ്ടാതിരുന്ന് കാറ്റും കൊണ്ട് അങ്ങനെ ആസ്വദിച്ച് പോരുന്നു. പുലർച്ചെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, 4 മണി 5 മണി നേരത്ത്. ആരും ഉറങ്ങിയിട്ടില്ല. ഇനി റൂമിലെത്തിയിട്ട് വേണം ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ. അത് കഴിഞ്ഞാൽ അവിടെ ഒരു പൂളുണ്ട്, ആ പൂളിലൊന്ന് ഇറങ്ങിയിട്ടൊന്ന് കളിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പൂള് കാണാം നമുക്ക്. അതെ, നടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോൾ ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോൾ ക്യാമറയും ഒപ്പം ചാടട്ടെ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ്. പിറ്റത്തെ ദിവസം രാവിലെ മുളയങ്കിരി ബെട്ട. ഞങ്ങളൊരു ട്രക്കിങ്ങിന് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ വണ്ടിയും അതുപോലെ 3 നേരം ഫുഡ്, ഹോം സ്റ്റേ കാര്യങ്ങൾ, പൂള്, ഇതെല്ലാം കൂടിയിട്ടുള്ളത് എങ്ങനെയാണ് അതിൻ്റെ പാക്കേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇട്ട് തരാം. മുളയങ്കിരി എന്ന് പറഞ്ഞൊരു കുന്നുണ്ട് അവിടെ, അതിൻ്റെ മുകളിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോകാൻ നിൽക്കുന്നത്. ഫസ്റ്റ് അങ്ങോട്ടാണ് പോണത്. 6300 അടി ഹൈറ്റിലാണ് എത്തുന്നത്. അപ്പോൾ നല്ല കാറ്റാണ് അവിടെ, എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് വീശും, നല്ല കോടയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നല്ല മങ്കി ക്യാപ്പൊക്കെ വെച്ച് ചെവിയൊക്കെ മൂടുന്ന രീതിയിൽ വേണം കയറി പോകാനായിട്ട്. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ഫുള്ള് പൊതിഞ്ഞ് പോകേണ്ടി വരും. അത്രയും നല്ല തണുത്ത കാറ്റാണ്, നല്ല കാറ്റും ഭയങ്കര കാറ്റും വീശും. അത് നമുക്ക് വീഡിയോയിൽ കാണാൻ. അപ്പോൾ ആ കാണുന്നതാണ് മല, അവിടേക്കാണ് എത്താൻ പോകുന്നത്. റോഡിലെ വീഡിയോ അങ്ങനെ മല കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇതേക്ക് ഓട വന്ന് തുടങ്ങി. നല്ല രസമാണ് ഇത്. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടത് ഒരു 9:30 ആകുമ്പോഴാണ് പുറപ്പെട്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി 10:15 സമയത്താണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലെത്തുന്നത്. അപ്പോഴും കോട സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ടുച്ചയ്ക്ക് ഒരു 1:30-2 മണി നേരത്തും അവിടെ കോട തന്നെയായിരുന്നു. നല്ല തണവാണ്, ചെറിയ മഴ പെയ്യുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. മിഠായി തരും. നിങ്ങൾക്ക് ഇതിലൊരു
കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്നത്. കാറ്റിന്റെ സൗണ്ട് തന്നെയാണോ? ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് കാറ്റ് വീശുന്നതാണ്. എന്ന് വെച്ചാൽ 2000 മീറ്റർ അടുത്ത് 1900 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വീശും. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ശരിക്കും നിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒന്ന് ഇടയ്ക്കൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളൊന്ന് വീഴാൻ പോകുന്ന രീതിയിൽ ആവും നിൽക്കുക. അവിടെ അത്ര കാറ്റാണ്. അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്ത് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഇറങ്ങുകയാണ്. ഇനി 2-3 സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ ചെരുപ്പ് കൂറിയിട്ട് അങ്ങോട്ട് കയറണം. അപ്പോൾ ഞാൻ പിന്നെ സമയത്ത് ഷൂ ഒന്നും ഊരാൻ നിന്നില്ല. കാരണം ഭയങ്കര തണവാണ്. ഇനി ഷൂവും കൂടി ഊരിയിട്ട് തണവ് കാലിലൊക്കെ അടിച്ച് കുലാലാവണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കയറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വരികയാണ്. കാരണം നമുക്കിങ്ങനെ ഷർട്ടൊന്നും ഇട്ടിട്ട് അങ്ങോട്ട് ശരിക്കും കയറി പോകാൻ പറ്റില്ല. നല്ല സെറ്ററൊക്കെ ഇട്ട് പോകേണ്ടതാണ്. ഞങ്ങളെല്ലാവരും ബനിയനും ട്രാക്ക് സൂട്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 5-10 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അടുത്ത കാണാം. നിങ്ങളിത് എവിടെ ചായ കുടിക്കാൻ നിൽക്കുന്നു? ഫ്രെയിമിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്ന് ചായയും കുടിച്ച് ഞങ്ങൾ ഇനി സീതാലയനഗിരി ഒരു അമ്പലം ഉണ്ട് അവിടെ, ശിവൻ്റെ, അവിടേക്ക് യാത്രയാവും. ഇപ്പോൾ ഇവിടുന്ന് നേരെ ജീപ്പിൽ കയറുകയാണ്. അവിടെ ചെല്ലണം. ഇനി സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അതാ ഇവിടെ നിന്ന് യാത്രയാവുന്നു. എല്ലാവരും കയറിയില്ലേ? 1, 2, 3, 4, 5, 6